പുറത്ത് ജോൺ വിക്കും ഉള്ളിൽ ജോണി സിംസും ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരെ നമുക്ക് തിരുത്താൻ പറ്റില്ല. അത് അവരുടെ കയ്യിൽ ഇപ്പൊ മറ്റേ ആട്ടും കാട്ടം കിട്ടിയിട്ട് അവര് കൂർക്കമണിയെന്ന് വാശി പിടിച്ചാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കുക. അത് കൂർക്കമണി നീ കൊണ്ടുപോയി കൂട്ടാൻ വെച്ച് തിന്നെ. ഞാൻ കേൾക്കാത്തതും ചിന്തിക്കാത്ത കാര്യങ്ങൾ ഞാൻ കല്യാണത്തിന് ശേഷം മാത്രമാണ് അറിഞ്ഞു തുടങ്ങിയത്. ഇങ്ങനെയൊക്കെ ഉണ്ടോ കാര്യങ്ങളെന്ന്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ ഡബിൾ മീനിങ് തമാശകൾ അത് ഭയങ്കര ആളുകൾ ആസ്വദിക്കുന്നതാണ്. പക്ഷെ ഈ സദാചാരത്തിന്റെ പ്രശ്നമുള്ള കാരണം അങ്ങനെ ആളുകൾക്ക് അങ്ങനെ അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ കണ്ടന്റ് റെഗുലറായിട്ട് പുഷ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മുടെ പ്രതിച്ഛായ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ ഇമേജ് എങ്ങനെ ബാധിക്കാനൊക്കെ ആലോചിച്ചിട്ടുണ്ട്? അങ്ങനെയൊക്കെ ആദ്യം ആലോചിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടി. എന്താ വെച്ചാല് നമ്മുടെ ചാനലിൽ കിട്ടുമോ പറയണ എന്താ വെച്ചാല് പഴയ ഗിരിജ തിയേറ്റർ പേപ്പർ മാത്രമുള്ള തിയേറ്ററാണ്. ഞങ്ങളുടെ ചാനലിൽ പേപ്പർ മാത്രം കിട്ടോ. അങ്ങനെ ഇമേജ് ഒന്നും ആരും നോക്കില്ലേ. ഇമേജ് ആദ്യമൊക്കെ അങ്ങനെ ആൾക്കാർ പറയുന്നത് പറയാന്നൊക്കെ ചോദിച്ചിരുന്നു. ഇന്നത്തെ ആൾക്കാർ പിന്നെ കുറെ പേര് പൊഴിഞ്ഞു പോയതുകൊണ്ട് ഇപ്പോഴുള്ളവരൊക്കെ ഇത് മാത്രം ആവശ്യപ്പെടും. ഇപ്പൊ നല്ല എന്തെങ്കിലും ഇതല്ല സ്റ്റാൻഡേർഡ്